شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود. صلى الله وسلم على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. صدق الله مولانا العظيم. ومن يابع آجلا منه بآجله يبله الغبن في بيع وفي سلام. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, പരിശുദ്ധ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ സമയം അല്ലാഹുവിന്റെ ത്വഅത്തിലായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ പൂന്തോപ്പ് എന്ന് വിശേഷിപ്പിച്ചതുമായ വിജ്ഞാനത്തിന്റെ മജ്ലിസ്, അല്ലാഹു ഇറക്കിയ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, അത് സംബന്ധമായിട്ടുള്ള പഠനം അല്ലാഹു നമുക്ക് നൽകിയ വലിയ തൗഫീഖാണ്. അത് പറയാനും കേൾക്കാനും നമുക്ക് സാധിക്കുന്നു എന്നത് അല്ലാഹു തആല നൽകിയ വലിയ നിഅമത്താണ്. എല്ലാവർക്കും ആ നിഅമത്ത് അല്ലാഹു തആല നൽകുകയില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റഹ്മത്തും ബറക്കത്തും നിഅമത്തും എല്ലാം ധാരാളമായി നൽകും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചു എങ്കിൽ ദീനിൽ വിവരമുള്ള നല്ല അറിവുള്ള ആളാക്കി അദ്ദേഹത്തെ അല്ലാഹു മാറ്റും എന്ന് പരിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറിവ് നേടാനും അത് ജീവിതത്തിൽ പകർത്താനും
കഴിയുക എന്നത് വലിയ തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനും ആ ഖുർആനിലുള്ളതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് ഉത്ബോധനം നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. തീർച്ചയായും ഭൂമിക്ക് മുകളിലുള്ള എല്ലാ വസ്തുക്കളെയും ആ ഭൂമിക്ക് വലിയ അലങ്കാരമാക്കി നാം മാറ്റിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? മാ അലൽ അർളി, ഭൂമുഖത്തുള്ളതെല്ലാം. അപ്പോൾ അല്ലാഹുവിന്റെ സൃഷ്ടികളായി ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ ഭൂമിയിലുള്ള ഈ ഭൂമിക്കുള്ള അലങ്കാരമാണ്, സീനത്താണ്, ഭംഗിയുള്ള വസ്തുക്കളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ധാരാളം വിശദീകരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കുക. തഫ്സീറിൽ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ധാരാളം വൃക്ഷങ്ങൾ നമുക്ക് കാണാം. നല്ല പച്ചയായ ഹരിതാപമായ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, നല്ല വൃക്ഷങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ളത് സീനത്തല്ലഹ, അത് ഈ ഭൂമിക്ക് നല്ല ഭംഗി നൽകുന്ന കാര്യമാണല്ലോ. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ആനന്ദം നൽകുന്ന കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടും നല്ല പച്ചപ്പുള്ള വൃക്ഷങ്ങൾ, അത് ഈ ഭൂമിക്ക് അലങ്കാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളതാണ്. എന്തെല്ലാം ഉപകാരങ്ങളാണ് അത് മുഖേന മനുഷ്യന് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ആ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഓരോന്നോരോന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ചെറിയ വാക്കുകളിലൂടെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഖുർആൻ പ്രയോഗിച്ചത് മാ അലൽ അർളി, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഒരു മാ എന്ന അക്ഷരത്തിലൂടെ സർവകാര്യങ്ങളും പരിശുദ്ധ ഖുർആൻ അതിൽ ഉൾപ്പെടുത്തി. ഭൂമുഖത്തുള്ളതെല്ലാം. പിന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വിശദീകരണങ്ങൾ പ്രകാരം നമുക്ക് പറഞ്ഞു തരികയാണ്. അതിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വിശദീകരണമാണ് ഇവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം. ഇന്ന് സർക്കാരും അതുപോലെ സർക്കാരിന് കീഴിലുള്ള കൃഷി വകുപ്പും മറ്റ് സംവിധാനങ്ങളുമെല്ലാം നമ്മളെ നിരന്തരമായി പ്രചോദിപ്പിക്കുകയാണ്. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ, നമ്മുടെ പരിസരങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ. അത് മനുഷ്യന് ഒരുപാട് ഉപകാരങ്ങൾ, നല്ല വായു സഞ്ചാരമുണ്ടാകാൻ, ശുദ്ധമായ വായു ഉണ്ടാകാൻ വൃക്ഷങ്ങൾ ഇവിടെ വേണം. നിങ്ങൾ നോക്ക്, നമ്മുടെ രാജ്യത്ത് തന്നെ പല സ്ഥലങ്ങളിലും അന്തരീക്ഷ മലിനീകരണം വ്യാപകമായി വലിയ രോഗങ്ങൾ പടർത്തുന്ന രൂപത്തിൽ, ആളുകൾക്ക് ജീവിതം ദുസ്സഹമായ രൂപത്തിലുള്ള വായു മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മനുഷ്യന്റെ ക്രയവിക്രയങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലുമെല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഫസാദ് ഉണ്ടായിരിക്കുന്നത് മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ്. മനുഷ്യന്മാർ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
അതുകൊണ്ട് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള അലങ്കാരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന തെങ്ങിനെ മാത്രം ഉദാഹരിച്ചാൽ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അലങ്കാരമായി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ആ തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന തേങ്ങ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത്. ആ ഭക്ഷണത്തിൽ തേങ്ങ ഉപയോഗിക്കാതെയുള്ള ഭക്ഷണം വളരെ കുറഞ്ഞതല്ലേ നമ്മുടെ നാടുകളിലുള്ളൂ. മാത്രമല്ല അതിനെ ആധുനികമായ രൂപത്തിൽ പലവിധ മധുര പലഹാരങ്ങളും ഉണ്ടാക്കാൻ, അതുപോലെ മറ്റു പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ, മനുഷ്യന് ആസ്വദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വൃക്ഷത്തിലൂടെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യവും ഇവിടെ വേണ്ടാത്തതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു തആല അതിനെ സൃഷ്ടിച്ചത് അത് വേണ്ടായിരുന്നു, അതുകൊണ്ടൊരു ഉപകാരവുമില്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാം ഈ ഭൂമിയിൽ അലങ്കാരമായിട്ടാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. തെങ്ങിന്റെ ഓരോന്ന് നമ്മൾ എടുത്താൽ ഏത് വസ്തുവിനാണ് ഉപകാരമില്ല എന്ന് പറയാൻ കഴിയുക? ഒന്നിനും നമുക്ക് പറയാൻ കഴിയില്ല. ഓരോന്നിനും അതിൻ്റെതായ ഉപകാരങ്ങൾ, പല പല കാര്യങ്ങളും ഇവിടെ ഉപകാരമായി മനുഷ്യൻ എടുക്കുകയാണ്. വിശദീകരിച്ചാൽ ഇത്ര പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലാണ് ഇതെല്ലാം സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയിൽ ഉള്ള ജലം അത് ഭൂമിക്ക് വലിയ അലങ്കാരമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു വൽ മിയാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ മാ അലൽ അർളി, ഭൂമിക്ക് അലങ്കാരമായി സംവിധാനിച്ച ഒന്നാണ് വെള്ളം, ശുദ്ധമായ വെള്ളം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം നമ്മുടെ കിണറുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് തന്നെ അല്ലാഹു തആല നമുക്ക് ആവശ്യമായ വെള്ളം നൽകുകയാണ്. നല്ല ചൂടുള്ള സമയത്തും നമ്മുടെ കിണറിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്ത് കുടിച്ചാൽ ആ വെള്ളത്തിന് ചൂടില്ല, ആ വെള്ളത്തിന് നല്ല തണുപ്പാണ് ഉള്ളത്. ഫ്രിഡ്ജിൽ വെച്ച അത്ര തണുപ്പില്ലെങ്കിലും കിണറിന്ന് വലിച്ച ആ വെള്ളത്തിന് നല്ല തണുപ്പാണ് ഉള്ളത്. നിങ്ങൾ നോക്കുക, അല്ലാഹുവിന്റെ സംവിധാനമാണ്. എന്തെല്ലാം രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് അലങ്കാരമായി നൽകിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ അവസാനം പറയുന്നില്ലേ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വെള്ളമെങ്ങാനും പറ്റിപ്പോയാൽ ആരാണ് പിന്നെ നമുക്ക് ശുദ്ധമായ തെളിനീർ നൽകുന്നത്? ആരാണ് നമുക്ക് ശുദ്ധമായ വെള്ളം നൽകുന്നത്? വേറെ ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് വെള്ളം നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് കുടിവെള്ളം നൽകേണ്ടത്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ കുടിവെള്ളം നൽകി. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഉണ്ട്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തെ ആയത്ത്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, പിന്നെ ആരാണ് നിങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം നൽകുന്നത്? ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ആരാണ് നൽകുന്നത്?
പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കുക, എത്രയാണ് നമ്മുടെ കിണറുകളിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മുടെ കിണർ, ഉദാഹരണം ഞാൻ പറയട്ടെ, 2000-ന്റെ ടാങ്ക് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ ദിവസവും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം നിറക്കുകയാണ്. 2000 ലിറ്റർ വെള്ളം ഒരു ദിവസത്തേക്ക് ചുരുങ്ങിയത് ചിലപ്പോൾ അതിലും കൂടുതൽ സമയം മോട്ടോർ ഇടേണ്ടി വരികയാണ്. അപ്പോൾ 2000 ലിറ്റർ മാത്രം നമ്മൾ എടുക്കുക. ഒരു ബോട്ടിൽ വെള്ളം, 1 ലിറ്ററിന്റെ വെള്ളം വാങ്ങാൻ 20 രൂപ നമ്മൾ കൊടുക്കണം. 20 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ, അതും ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളമാണ്. കിണറിലെ വെള്ളത്തിന്റെ അത്ര ഗുണനിലവാരം അതിനില്ല. ആ വെള്ളം ഒരു ബോട്ടിൽ 20 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോ 2000 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് ഉപയോഗിക്കുമ്പോ എത്ര പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും? 2000 ഗുണിക്കണം 20 എത്രയാ? കണക്ക് പറ. 40,000 രൂപയുടെ വെള്ളമാണ് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ വിഷയമാണോ അത്? ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ 1000-ന്റെ ടാങ്ക് ഉണ്ടാവും, 500-ന്റെ ടാങ്ക് ഉണ്ടാവും. ഒന്ന് കണക്കൂട്ടി നോക്കുക. ബോട്ടിൽ വെള്ളം വാങ്ങുകയാണെങ്കിൽ, അങ്ങനെയാണല്ലോ, വെള്ളം വാങ്ങിയിട്ടാണല്ലോ പല രാജ്യങ്ങളിലും നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾ തന്നെ വിദേശ നാടുകളിൽ അവരുടെ റൂമുകളിലൊക്കെ ഉപയോഗിക്കുന്നത് പണം കൊടുത്തു വാങ്ങിയിട്ടുള്ള വലിയ ബോട്ടിൽ വെള്ളമാണ്. അത് ഇവിടുത്തെ 20 രൂപ പോരാ, ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വില കൊടുക്കേണ്ടി വരും. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ വില പ്രകാരം ചിന്തിച്ചു നോക്കിയാൽ 2000 ലിറ്റർ നമ്മുടെ ഈ ക്യാമ്പസിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 40,000 രൂപ ഒരു ദിവസം വെള്ളത്തിന് വേണ്ടി വരുന്നു. അപ്പോൾ 10 ദിവസം കഴിയുമ്പോ എത്ര ലക്ഷം വേണം വെള്ളത്തിന് മാത്രം? ഒരു മാസമാകുമ്പോ വെള്ളത്തിന് എത്ര വേണം? 10 ദിവസം ആകുമ്പോ ഒന്ന് കണക്കുകൂട്ടി വെക്കാൻ. 40,000 ഒരു ദിവസം, 10 ദിവസം എത്രയായി? 4 ലക്ഷം. അപ്പൊ ഒരു മാസം എത്രയായി? 12 ലക്ഷം രൂപയുടെ വെള്ളം. ഇത് ഞാൻ വെറുതെ തട്ടിവിടുന്നതാണോ? ബോട്ടിൽ വെള്ളത്തിന് 20 രൂപയല്ലേ? 12 ലക്ഷം രൂപയുടെ വെള്ളമാണ് ഒരു മാസം നമ്മൾ ഈ കിണറിൽ ഉപയോഗിക്കുന്നത്. ബോട്ടിൽ വാങ്ങുന്ന വെള്ളത്തിന് കിണറിലെ വെള്ളത്തിന്റെ അത്ര ഗുണം ഇല്ല. ഈ ഗുണനിലവാരമുള്ള വെള്ളത്തിന് ഒരു മാസം നമ്മൾ പൈസ കൊടുക്കാൻ വിചാരിച്ചാൽ 12 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അല്ലാഹു നമുക്ക് നൽകിയ സംവിധാനത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ അല്ല ഇതെല്ലാം പറഞ്ഞത്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ. ഈ ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളെയും നമ്മൾ ചിന്തിച്ചു നോക്കുക. എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം ഇവിടെ ഉപകാരങ്ങൾ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഭൂമിയിലുള്ള അലങ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ച ഓരോ സൃഷ്ടികളും അതെല്ലാം ഈ ഭൂമിക്ക് വലിയ അലങ്കാരമാണ്. വൃക്ഷങ്ങൾ ഒരു ഭാഗത്ത്, വെള്ളം ഒരു ഭാഗത്ത്, അതുപോലെ പർവ്വതനിരകൾ, അതേപോലെ ഈ ഭൂമിയിലുള്ള ഓരോ സ്ഥലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കാരമായി വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇവിടെയുള്ള സൃഷ്ടികളിലേക്ക് കടന്നാൽ, ഇവിടെയുള്ള സൃഷ്ടിജാലങ്ങളിലേക്ക് കടന്നാൽ ഏറ്റവും അഫ്ളലായ സൃഷ്ടികൾ മനുഷ്യരാണ്. ആ മനുഷ്യർ തന്നെ എത്ര ഭംഗിയിലാണ് ഇവിടെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ചരിത്രത്തെ മുഴുവനും സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞില്ലേ, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വത്തീൻ, തീൻ മരം തന്നെയാണ് സത്യം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകാൻ അല്ലാഹു ഓർഡർ കൊടുത്തപ്പോൾ അവര് അതാ ഔറത്ത് മറക്കാൻ ഉപയോഗിച്ച ആ മരമാണ് തീൻ മരം. ആ മരത്തെ സത്യം ചെയ്തുകൊണ്ട്
പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അഥവാ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമടക്കം പരാമർശിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്, വത്തീനി വസ്സൈത്തൂൻ, സൈത്തൂൻ തന്നെ, ഒലീവ് മരങ്ങൾ തന്നെ. ധാരാളം പ്രവാചകന്മാര് കടന്നുപോയ ബനു ഇസ്രായേൽ വംശജർ, ഒരുപാട് പ്രവാചകന്മാർ അവർക്ക് വന്നിട്ടുണ്ട്. അവരുടെ ചരിത്രത്തിലേക്കുള്ള സൂചന നൽകി. സൈത്തൂൻ തന്നെയാണ് സത്യം. വതൂരി സീനീൻ, തൂരി സീന പർവ്വതം തന്നെയാണ് സത്യം. നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ കാര്യവും സത്യം ചെയ്ത് പിന്നെ പറയാണ്, വഹാദൽ ബലദിൽ അമീൻ, ഈ സുരക്ഷിതമായ നിർഭയത്വമുള്ള നാട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ നാട്, ആ വിശുദ്ധമായ ഹറമൈൻ ഷരീഫൈൻ, ആ വിശുദ്ധ ഭൂമി തന്നെ സത്യം. ഈ ലോക ചരിത്രത്തെ മുഴുവനും 4 പദങ്ങളിൽ 4 പരാമർശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് ഖുർആൻ പറയുകയാണ്. ലോക ചരിത്രത്തെ മുഴുവനും സാക്ഷി നിർത്തിയിട്ട് പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നമ്മൾ എത്ര സുന്ദരമായിട്ടാണ് പടച്ചിട്ടുള്ളത്. ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങൾ നോക്ക്, ഭൂമിയിൽ നേരെ മുഖം നേരെയാക്കി നടക്കുന്ന ഒരേ ഒരു ജീവി മാത്രമേ ഉള്ളൂ, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ ജീവികളുടെയും മുഖം താഴോട്ടാണ്. അതിന്റെ സിട്ടിപ്പ് അങ്ങനെയാണ്. നമ്മൾ താഴോട്ട് നോക്കുകയാണ്. നമ്മുടെ സിട്ടിപ്പ് നേരെയാണ്. നമ്മുടെ ബോഡിയും നമ്മുടെ ശിരസ്സും എല്ലാം നോക്കുമ്പോൾ നമ്മുടെ മുഖം നേരെയാണ്. എന്നാൽ മറ്റെല്ലാ ജീവികളുടെയും സിട്ടിപ്പ്, അവരുടെ മുഖം താഴോട്ടാണ്. ഇത് മനുഷ്യന്റെ സൗന്ദര്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അതുപോലെ ഓരോ അവയവങ്ങളും അല്ലാഹു തആല സംവിധാനിച്ചത് എത്ര ഭംഗിയിലാണ്. കൈകൾ നൽകേണ്ട സ്ഥാനത്ത് തന്നെയാണുള്ളത്, കാലുകൾ വെക്കേണ്ട സ്ഥലത്ത് തന്നെയാണുള്ളത്. നമ്മുടെ ചെവികൾ, കണ്ണുകൾ ഓരോന്നോരോന്ന് അല്ലാഹു തആല വെച്ചത് വെക്കേണ്ട സ്ഥാനത്ത് തന്നെയാണ്. അംഗവൈകല്യമോ ഭിന്നശേഷിയോ ഉള്ള ആളുകളെ നമ്മൾ കാണുന്നില്ലേ? എത്ര പ്രയാസത്തിലാണ് അവര് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. എന്നാൽ യാതൊരു അംഗവൈകല്യവും ഇല്ലാതെ അല്ലാഹു തആല നമ്മളെ പടച്ചതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ കൈകൾക്ക് വൈകല്യമില്ല, വിരലുകൾക്ക് വൈകല്യമില്ല, കണ്ണുകൾക്ക് വൈകല്യമില്ല, കാതുകൾക്ക് വൈകല്യമില്ല, ശരീരത്തിന്റെ അവയവങ്ങൾക്കൊന്നും വൈകല്യമില്ല. എന്തൊരു നല്ല സുന്ദരമായ സൃഷ്ടിപ്പാണ്. ഇന്നലെ ഞാൻ ഇവിടെ ദുആ ചെയ്തില്ലേ, ഒരു സഹോദരി, ഗർഭിണിയായ ഒരു സഹോദരി നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. ആ സഹോദരിക്ക് 6 മാസം ഗർഭം, 6 മാസമായി. ആ കുട്ടിക്ക് അംഗവൈകല്യമുണ്ട്, ബുദ്ധിമാന്ദ്യമുണ്ട്. അതുകൊണ്ട് അബോർഷൻ ചെയ്യലാണ് വേണ്ടതെന്ന് ഡോക്ടർമാർ പറയുകയാണ് എന്ന്. എത്ര വേദനയാണത്, എത്രമാത്രം വേദനയാണത്. അല്ലാഹ്, എത്രയോ ഉമ്മമാരുണ്ട്, എന്റെ പരിചയത്തിൽ തന്നെയുള്ള എത്രയോ സഹോദരിമാരുണ്ട്, അംഗവൈകല്യമോ ബുദ്ധിമാന്ദ്യമോ ബാധിച്ച മക്കളെ അവര് പ്രസവിച്ചു, എന്നിട്ട് അതിനെ വളർത്തി, അതിനെ പരിപാലിച്ചു. സാധാരണ കുട്ടികളെ പോലെയല്ല, ഭിന്നശേഷിയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ, അവരെ പോറ്റാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന ഉമ്മമാരുണ്ട്. അവർക്ക് സ്വർഗം അല്ലാഹു നൽകുന്നുണ്ട്. എത്രയോ ഉമ്മമാരെ തന്നെ എനിക്കറിയാം. അവര് വേറെ ഒരു കല്യാണത്തിന് പോകുന്നില്ല, വേറെ ആഘോഷത്തിന് പോകുന്നില്ല, ഒരു സ്ഥലത്തും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് ആ കുട്ടിയെ പരിപാലിക്കുകയാണ്. അതിന് വെള്ളം കൊടുക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്, അതിനെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. അവർക്ക് ദുനിയാവിൽ വേറെ ഒരു ചിന്തയും ഇല്ല. അങ്ങനെയുള്ള എത്രയോ ഉമ്മമാരുണ്ട്. അല്ലാഹ്, അവർക്കെല്ലാം നീ ഉന്നതമായ പ്രതിഫലം നൽകണേ അല്ലാഹ്.
കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുപോലെ നമ്മുടെ വീടുകളിലുള്ള രോഗികളെ പരിചരിക്കുന്ന, അതുപോലെ നമ്മൾ ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ ഉപ്പമാരെയോ ഉമ്മമാരെയോ ഒക്കെ അവരുടെ രോഗാവസ്ഥയിൽ വളരെ പ്രയാസത്തിലായിട്ട് പോലും അവരുടെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കാനും അവരെ വൃത്തിയാക്കി കൊടുക്കാനും കുളിപ്പിക്കാനും എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കാൻ ഒരു മടിയുമില്ലാതെ പ്രയാസങ്ങൾ സഹിച്ച് പ്രവർത്തിക്കുന്ന എത്ര സഹോദരിമാരുണ്ട്. അല്ലാ, അവർക്കെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാ. ക്ഷമയോടെ പരിപാലിക്കുന്നവർ, നമുക്കൊന്നും ഒരിക്കലും അത് സാധിക്കുകയില്ല. പക്ഷേ എത്ര പ്രയാസങ്ങൾ വന്നാലും എത്ര വിഷമങ്ങൾ വന്നാലും അത്തരം ആളുകളെ പരിപാലിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വലിയ പ്രതിഫലമാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, അന്ന അല്ലാഹു തആല അവർക്ക് അജ്റൻ ഹസനാ, ഏറ്റവും നല്ല പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഇവിടെ സംവിധാനിച്ച ഓരോ സംവിധാനങ്ങളും ഈ ഭൂമിക്ക് വലിയ അലങ്കാരമാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഉദാഹരണങ്ങൾ എത്ര പറയേണ്ടി വരും. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ സൗന്ദര്യം മനുഷ്യ സൃഷ്ടിപ്പിന്റേത് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇവിടെ ഒരുപാട് ക്ഷുദ്രജീവികളെയും ഇഴജന്തുക്കളെയും ഒക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ലേ? അവയിലൊക്കെ എന്ത് അലങ്കാരമാണുള്ളത് എന്ന് ചിലർ ചോദിച്ചേക്കാം. അല്ലാഹു പറഞ്ഞതെന്താ? ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, ഈ ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളെയും ഭൂമിക്ക് അലങ്കാരമായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പൊ ചിലരുടെ ചോദ്യമാണ്, എന്നാൽ ഇവിടെ പാമ്പുകളെ പോലെ, തേളുകളെ പോലെ, മറ്റ് ഇഴജന്തുക്കളെ പോലെ ഇവിടെ ഒരുപാട് സൃഷ്ടികളുണ്ടല്ലോ, അവയിലൊക്കെ എന്ത് അലങ്കാരമാണ് ഉള്ളത്? എന്നാൽ ആധുനിക ലോകത്ത് ആരും ആ ചോദ്യം ചോദിക്കുകയില്ല. കാരണം എന്താണ്? ഇപ്പോൾ പല സ്ഥലങ്ങളിലും അതാ വലിയ മൃഗശാലകൾ, സ്നേക്ക് പാർക്കുകൾ, അതുപോലെ പക്ഷികളെ മാത്രം പ്രദർശിപ്പിക്കുന്ന പാർക്കുകൾ, പാമ്പുകളെ പ്രദർശിപ്പിക്കുന്ന പാർക്കുകൾ, മൃഗങ്ങളെ പ്രദർശിപ്പിക്കുന്ന മൃഗശാലകൾ, അവിടെയൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും സന്ദർശകരായി എത്തുന്നത്. ചില്ലുകൂടുകളിലുള്ള പാമ്പുകളെ കാണാൻ, പക്ഷികളെ കാണാൻ, മറ്റു മൃഗങ്ങളെ കാണാൻ. അപ്പൊ എന്താ? അല്ലാഹു തആല പറഞ്ഞത് എത്ര വാസ്തവമാണ്. ഇതൊക്കെ ഭംഗിയാണ്, മനുഷ്യന്റെ കണ്ണിന് ആനന്ദം നൽകുന്ന കാര്യമായതുകൊണ്ടല്ലേ അവ കാണാൻ മൈസൂർ പോകുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരം പോകുന്നത്, പല സ്ഥലങ്ങളിലും സന്ദർശിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളുകളിൽ നിന്ന് കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? അതൊക്കെ ഇവിടെയുള്ള അലങ്കാരമാണ്. ആസ്വദിക്കാനും കണ്ട് മനസ്സിലാക്കാനും നമുക്ക് അതിലൊക്കെ ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളെയൊക്കെ ടൂറിന് വേണ്ടി എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന കുറെ ആളുകൾ ഉണ്ട്. പക്ഷേ ഇത്തരം നല്ല കാര്യങ്ങൾ, അത്ഭുതകരമായ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകൾ, ആ കാര്യങ്ങളൊക്കെ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ടൂറ് നമുക്ക് അനുവദിക്കാം. പക്ഷേ അതല്ലാതെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റുള്ള MDMന്റെയും അതേപോലെയുള്ള ഒരുപാട് വൃത്തികേടുകളിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള കേവലം ആസ്വാദനങ്ങൾ മാത്രമായി ഇന്ന് പല കോളേജുകളിലുമുള്ള ടൂറുകൾ മാറിപ്പോയിട്ടുണ്ട്. അത് വേറെ ഒരു വിഷയം. നമ്മൾ അതിൽ നിന്നെല്ലാം നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിൽ അല്ലാഹു തആല ധാരാളം വെച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ച ഓരോ കാര്യങ്ങളും, ഇവിടെ ബുദ്ധിയുള്ള കുറെ മനുഷ്യന്മാരെ നിങ്ങൾ കാണുന്നില്ലേ?
ബുദ്ധിയുള്ള കുറെ മനുഷ്യന്മാർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടല്ലേ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതും ഈ ഭൂമിയിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ള സീനത്താണ്, അലങ്കാരമാണ്. അല്ലാഹു തആല നൽകിയ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാര്, വിവരമുള്ള ബുദ്ധിയുള്ള ഒരുപാട് മനുഷ്യന്മാരില്ലേ, അതെല്ലാം ഭൂമിക്ക് വലിയ അലങ്കാരമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. റിജാൽ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരിൽ ഒരുപാട് മഹത്വങ്ങൾ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പണ്ഡിതന്മാരെ അല്ലാഹു ഇവിടെ നമുക്ക് ദീന് പഠിപ്പിച്ചു തരാൻ വെച്ചില്ലേ. ആ പണ്ഡിതന്മാർ അവരുടെ അറിവുകൾ ഇവിടെ പകർന്നു തരുന്നത് അത് ഇവിടെ വലിയ അലങ്കാരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അലങ്കാരമായി വെച്ചത് വിശദീകരിച്ചാൽ നമുക്ക് അവസാനിക്കുകയില്ല. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വസ്തുക്കൾ ഈ ഭൂമിയിൽ അലങ്കാരമായി സംവിധാനിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ദുനിയാവിന്റെ അവസ്ഥ ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ദുനിയാ ഖളിറത്തുൻ ഹുൽവാ, ഈ ദുനിയാവ് നല്ല പച്ചപ്പുള്ളതാണ്, നിശ്ചയമായും ഈ ദുനിയാവ് നല്ല മധുരമുള്ളതുമാണ്. وَإِنَّ اللَّهَ مُسْتَخْلِفُكُمْ فِيهَا فَنَاظِرٌ مَاذَا تَعْمَلُونَ. ഈ ദുനിയാവിൽ അല്ലാഹു തആല നിങ്ങളെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്, ഇവിടെ അല്ലാഹുവിന്റെ പ്രതിനിധികളായിട്ടാണ്. അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. മാദാ തഅമലൂൻ, നിങ്ങൾ എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? അതാണ് ഖുർആൻ പറഞ്ഞത്, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നത്? അൽ കഹ്ഫിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ ഇറക്കി മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയാണ്. എന്താണ് സന്തോഷ വാർത്ത? അജ്റൻ ഹസന, ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു നൽകുന്നു എന്നത്. അതിനെന്ത് വേണം? അതിനെന്ത് വേണം? അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ചിന്തിക്കണം. അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനം നമ്മൾ നടത്തണം. അല്ലാഹു നൽകുന്നത് അജ്റൻ ഹസന, ഏറ്റവും നല്ല പ്രതിഫലം, സ്വർഗ്ഗം. എന്നാൽ അതേപോലെ നമ്മൾ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തണം. അല്ലാഹു തആല നമ്മളെ ഇവിടെ പ്രതിനിധികളായിട്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. ഫനാദിറുൻ മാദാ തഅമലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു തആല നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളായിരിക്കണം. ഫത്തഖുദ്ദുന്യാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം കേട്ടോ. ദുനിയാവെന്നത് നമ്മളെ വഞ്ചിച്ചു കളയും. ദുനിയാവ് ചിലപ്പോൾ നമ്മളെ പറ്റിച്ചു കളയും. ദുനിയാവിലുള്ള ഓരോ അനുഗ്രഹങ്ങളും അത് ചിലപ്പോൾ നമ്മളെ വഴികേടിലേക്ക് കൊണ്ടുപോകും. അതെല്ലാം നിങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നൽകിയതാണ്. ഇത് നമുക്ക് അല്ലാഹു തആല കണ്ണുകൾ നൽകിയില്ലേ? അലം യജഅൽ ലഹു ഐനൈൻ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ എത്ര ഭംഗിയിലാണ് അതേ അല്ലാഹു തആല നമുക്ക് കണ്ണുകൾ നൽകിയത്. ആ
കണ്ണുകൾ കൊണ്ട് നമ്മൾ ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, മുസ്ഹഫ് നോക്കി ഓതാൻ നമ്മുടെ കണ്ണിനെ നമ്മൾ ഉപയോഗപ്പെടുത്തി. നല്ല കാര്യങ്ങൾ വായിക്കാൻ നമ്മുടെ കണ്ണുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തി. അതുപോലെ നമ്മുടെ മക്കളെ നോക്കാൻ, നമ്മളെ ഭർത്താവിന്റെ മുഖത്ത് നോക്കാൻ, ഭാര്യമാരുടെ മുഖത്ത് നോക്കാൻ, ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ, ഉപ്പാന്റെ മുഖത്ത് നോക്കാൻ. സുബ്ഹാനല്ലാഹ്, കണ്ണുകളില്ലാത്ത എത്ര ആളുകളുണ്ട്. അവര് ജീവിതത്തിൽ ഇന്നേ വരെ അവരെ പോറ്റി വളർത്തിയ സ്വന്തം ഉമ്മയെ കണ്ടിട്ടില്ല. ആ ഉമ്മയെ കാണാനുള്ള കണ്ണ് അവർക്കുണ്ടായില്ല. അല്ലാഹു അവരെ അതേ കണ്ണില്ലാതെ കാഴ്ചയില്ലാതെ സൃഷ്ടിച്ചില്ലേ? അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. പക്ഷേ അത്തരം ആളുകളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയുമായ അഭിവന്യരായ ബദറുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അവറുകൾ ഈ റമളാനിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച അവരുടെ മഅ്ദിനിലെ ഗ്രാൻഡ് മസ്ജിദിൽ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കാനും ഇമാമത്ത് നിൽക്കാനും ഏൽപ്പിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ പണ്ഡിതന്മാരെയാണ്. അതേ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു ഉസ്താദാണ്. മഅ്ദിനിൽ പഠിച്ച് ബിരുദം നേടി ഖുർആൻ മനപ്പാഠമാക്കിയിട്ടുള്ള ഹാഫിളായ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ്, ഒരു പണ്ഡിതനാണ്. ഈ വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച, ഒന്നാമത്തെ വെള്ളിയാഴ്ച ആ ഗ്രാൻഡ് മസ്ജിദിൽ ജുമുഅക്ക് നേതൃത്വം കൊടുത്തത് മഹാനവറുകൾ. ഒരുപാട് അത്തരം ആളുകളെ, സമൂഹത്തിൽ അപമതിക്കപ്പെട്ടു പോകുന്ന, അരികുവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഭിന്നശേഷിക്കാരായ ആളുകളെ സെലക്ട് ചെയ്ത് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവരെ ആഗോള തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മൾ എപ്പോഴും നമ്മുടെ ആലിമീങ്ങൾക്ക് ദുആ ചെയ്യാം. കാരണം അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ അംശം പോലും ചെയ്യാൻ നമുക്കാർക്കും കഴിയുന്നില്ല. എത്ര പാവങ്ങളെ ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ഇരിക്കട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഈ ദുനിയാവിൽ അല്ലാഹു പല അലങ്കാരവും നമുക്ക് നൽകി, നമ്മുടെ അവയവങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിലൂടെ. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. ഫത്തഖുദ് ദുനിയാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചോ. ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ പറ്റിച്ചു കളയും. നമ്മളെ കണ്ണുകൾ കൊണ്ട് ഹറാമിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് അയ്യുഹും അഹ്സനു അമലാ. ഇവിടെ ഈ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത് ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ വെച്ച്, ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന പരിശോധന നടത്താൻ വേണ്ടിയാണ് ഇതെല്ലാം നൽകിയത്. ഇവിടെ ധാരാളം വിശദീകരണങ്ങൾ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുത്തബിഉസ് സുന്നah എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് നിന്ന് അതാ കേൾക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ഇന്നാ ജഅൽനാ മഅലൽ അർളി സീനത്തൽ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ എന്ന ആയത്ത് ഓതി കൊടുത്തപ്പോൾ തലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിഹിൽ ആയത, ഈ ആയത്തിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി തന്നപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ഞാൻ ചോദിച്ചു, മാ മഅനാ ദാലിക യാ റസൂലല്ലാഹ്, എന്താണ് അതിന്റെ അർത്ഥം നബിയേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അഖ്ലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല
ബുദ്ധിയുള്ളത് എന്ന് അല്ലാഹു തആല പരിശോധിക്കുകയാണ്. കാരണം എന്താ? ബുദ്ധിയുള്ള ആളുകൾ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകൂല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, അന്ത്യനാളിന്റെ അടയാളമായി വിശദീകരിച്ചില്ലേ മഹാന്മാർ, ഈ ദുനിയാവില് ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് മുത്തുനബി പറഞ്ഞു, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബു വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. അതെ, തിന്മ ഇങ്ങനെ വർദ്ധിച്ച് എവിടെ നോക്കിയാലും തെറ്റുകളും കുറ്റങ്ങളും മാത്രം. പക്ഷേ അത് രണ്ടും ഒരുപോലെയല്ല. നന്മയും തിന്മയും ഒരുപോലെയല്ല. അതിങ്ങനെ വർദ്ധിച്ചു വന്ന് ജനങ്ങൾക്ക് അതൊരു ആശ്ചര്യമായി തോന്നിയാലും ശരി, നന്മയും തിന്മയും ഒരുപോലെയല്ല. ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോ. യാ ഉലിൽ അൽബാബ്, ഓ ബുദ്ധിയുള്ള മനുഷ്യരെ, ബുദ്ധിയുള്ളവരെ എന്നാ ഖുർആൻ വിളിച്ചത്. അപ്പൊ ഏറ്റവും നല്ല ബുദ്ധി ആർക്കാ ഉള്ളത് എന്നാണ് അല്ലാഹുവിന്റെ പരിശോധന. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യരെ. കാരണം ബുദ്ധിയുള്ള മനുഷ്യന്മാര് അത്തരം തെറ്റുകളിലേക്ക് പോകൂല. കാരണം ഇത് താൽക്കാലികമാണെന്ന് അവർക്കറിയാം. ശാശ്വതമായ കാലാകാലമുള്ള സ്വർഗീയ ലോകം നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം. ഞാൻ ഇവിടെ പാടിയില്ലേ, മഹാന്മാരായ ഔലിയാക്കൾ പഠിപ്പിച്ചു തന്നത്, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതനാ. അല്ലാഹുവിന്റെ ബുദ്ധിയുള്ള കുറെ അടിമകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവര് ദുനിയാവിനെ ത്വലാഖ് ചൊല്ലി, ഇവിടെയുള്ള ഫിത്നകളെ അവര് ഭയപ്പെട്ടു. അതാണ് അതിന്റെ കാരണം. അവര് ദുനിയാവിനെ വേണ്ട എന്ന് വെച്ചത് ദുനിയാവിൽ മുഴുവനും ഫിത്നകളാണ്. അവർക്ക് ബുദ്ധിയുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ് അവർക്ക് ബുദ്ധിയില്ല, നമ്മൾ വിചാരിക്കുകയാണ് അവർക്ക് വിവരമില്ല. ഇപ്പോഴില്ലേ കുറെ ആളുകൾ യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ട്, ലിബറലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് മതനിരാസത്തിലേക്ക് നമ്മുടെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്, അല്ലാത്ത മീഡിയകളിലുണ്ട്, നേരിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെല്ലാം മതം വേണ്ട എന്ന് പറഞ്ഞ്, ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളിലേക്ക് മോഡേണിസം, ലിബറലിസം കൂട്ടുന്ന ആളുകളുണ്ട്, ഇൻജക്ട് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ ജീവിതം നമ്മൾ അടിച്ചു പൊളിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. പക്ഷേ അത്തരം ആളുകൾ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ലിബറലിസ്റ്റുകളുടെ വാക്ക് കേട്ടിട്ട്, സ്വതന്ത്രവാദികളെ വാക്ക് കേട്ടിട്ട് ഒരു പെണ്ണിന് തോന്നാണ് പെട്ടെന്ന്, ഞാൻ ഇന്നു മുതൽ പെണ്ണല്ല, ഞാൻ ആണാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്. ഒരു പെണ്ണിന് തോന്നാണ് പെട്ടെന്ന്, ഞാൻ ഇന്നു മുതൽ പെണ്ണല്ല, ആണാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഓപ്പറേഷൻ നടത്തിയിട്ട് പെണ്ണിന്റെ ശൈലിയെല്ലാം മാറ്റിയിട്ട് ആണായി മാറി എന്ന് പറയുന്നു, വാദിക്കുന്നു. വേറെ ഒരുത്തർക്ക് തോന്നുകയാണ്, ഇന്നു മുതൽ ഞാൻ ആണല്ല, ഞാൻ പെണ്ണാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ഓപ്പറേഷൻ നടത്തിയിട്ട് കോശങ്ങൾ മാറ്റിവെച്ച് പല ശസ്ത്രക്രിയകളും നടത്തിയിട്ട് ശരീരത്തെ അങ്ങേയറ്റം ദ്രോഹിച്ചിട്ട് ആണ് പെണ്ണായി മാറുന്നത്. എന്നിട്ട് അവൻ വാദിക്കുകയാണ്, ഞാൻ ഇന്നു മുതൽ പെണ്ണാണ്. ഇതൊക്കെ ഇവര് പറഞ്ഞു കൊടുക്കുന്നതാ, ഈ ലിബറലിസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്നതാ. അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന്. അത് കേട്ടിട്ട് ഇത്തരം അപകടങ്ങളിലേക്ക് ചെന്നുപെടുന്നു. കുറച്ചു കാലം മീഡിയകളിലൊക്കെ തിളങ്ങി നിൽക്കാം, ഒരുപാട് കാഴ്ചക്കാരുണ്ടാകും, ഒരുപാട് പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടും, ഒരുപാട് പബ്ലിസിറ്റി ഉണ്ടാകും. വേറെ രണ്ട് പെൺകുട്ടികൾ പറയുന്നത് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന്. രണ്ട് പെൺകുട്ടികൾ പറഞ്ഞു നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചിരിക്കുന്നു, നമ്മള് രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാർ. അപ്പൊ ആരാ ഭാര്യ ആരാ ഭർത്താവ് അതില്ല, നമ്മൾ രണ്ടാളും എന്ന് പറയുകയാണ്. അപ്പോൾ അതിനൊന്നും ഒരർത്ഥവുമില്ല. പക്ഷെ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ആളുണ്ട്. അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് യുക്തിവാദികൾ, ലിബറലിസ്റ്റുകൾ ഉണ്ട്. അവരിങ്ങനെ പൊന്തിച്ചു വെച്ച് നല്ല കാഴ്ചക്കാരുണ്ട്. നിങ്ങൾക്ക് ഒരു മില്യൺ കാഴ്ചക്കാരുണ്ട്, 10 ലക്ഷം ആൾക്കാർ നിങ്ങളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അവരങ്ങ് പൊന്തിപ്പോയി. അതുകൊണ്ട് അവർ സ്വതന്ത്രവാദികളായി മാറി.
പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താ? അത് പിന്നെ വാർത്തയിൽ വരില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാ പറയാ. കാരണം ഈ ശരീരഘടന അള്ളാഹു സംവിധാനിച്ചതിൽ മനുഷ്യൻ മാറ്റം വരുത്തിയാൽ അത് നിലനിൽക്കൂല, അത് പൊളിഞ്ഞു പോകും. അതിന് കുറെ ആയുസ് ഉണ്ടാവൂല, വേദന തിന്ന് കഴിയേണ്ടി വരും. കുറെ ആളുകൾ യൂട്യൂബിൽ എന്നെ കണ്ടു, കുറെ ആളുകൾ ഫേസ്ബുക്കിലൂടെ എന്നെ കണ്ടു. അതുകൊണ്ട് അതിലിങ്ങനെ ആനന്ദിച്ചു പോകുക എന്നല്ലാതെ സാധാരണ ജീവിതത്തിൽ ഒരു ആനന്ദം ഉണ്ടാവൂല, മനസ്സിനൊരു സമാധാനം ഉണ്ടാവൂല. ഞങ്ങൾ ഇന്ന് മുതൽ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ അവർ കുറച്ചങ്ങോട്ടെത്തുമ്പോൾ അവരുടെ മനസ്സിൽ ടെൻഷൻ വരും, വേദന വരും, ബേജാറ് വരും. ഈ സമൂഹം ചിന്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ ഈ ഭൂമിയിലുള്ള പല അലങ്കാരങ്ങളും ഇവിടെ സംവിധാനിച്ചത് അപകടങ്ങളിലേക്ക് പോകാനല്ല, ലിയബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നത് ആരാണ്? അതിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മാ മഅനാ ദാലിക യാ റസൂലല്ലാഹ്, ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ് നബിയേ? അപ്പോൾ അവിടുന്ന് വിശദീകരിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യമാണ് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അഖ്ലാ, നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളതെന്ന് അല്ലാഹു തആല പരിശോധിക്കുകയാണ്. വഅൗറഉ അൻ മഹാരിമില്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ തൊട്ട് ജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്നത് ആരാണ് എന്ന് അല്ലാഹു തആല പരിശോധിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ സദസ്സിലുള്ള സ്വഹാബികളോട് ഒരു ചോദ്യം, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, ആ കാര്യങ്ങൾ ആരാണ് ആ കാര്യങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക? സ്വീകരിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പകർത്തണം, പ്രവർത്തിക്കണം. പറയാൻ എളുപ്പമാണ്, വയത് പറയാൻ നല്ല എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചാൽ ഇങ്ങനെ പറയാം, നിങ്ങൾക്കും പറയാൻ പറ്റും. പറയാൻ വലിയ പ്രയാസമൊന്നുമില്ല, കുറച്ച് അറിവ് വേണം എന്ന് മാത്രം. എന്നാൽ ഈ പറയുന്ന വയത് ജീവിതത്തിൽ പകർത്താൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് വയത് പറയുമ്പോ വയത് പറയുന്ന ആളുകൾക്കൊക്കെ വലിയ പേടിയാണ്. ഖുർആൻ വലിയ അമ്പ് വിടുന്നത് പോലെയാണ് നമ്മുടെയൊക്കെ നെഞ്ചിലേക്ക് ഒരു ചോദ്യം വിട്ടത്. എന്താ അത്? أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. നിങ്ങൾ എന്തേ ജനങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ കൽപ്പിച്ചിട്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ജനങ്ങളോട് വഅദ് പറഞ്ഞിട്ട് നിങ്ങളെ ശരീരങ്ങളെ നിങ്ങൾ മറന്നുപോയോ? നിങ്ങളെ സ്വന്തം നഫ്സുകളെ നിങ്ങൾ മറന്നുപോയോ? വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ കിതാബൊക്കെ ഓതുന്നുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ വായിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. എന്തേ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ മറന്നുപോയി? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ചിന്തിക്കുന്നില്ലേ? മഹാനായ ബൂസരി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ ഇതേ ആശയം, അമർതുകൽ ഖൈറ ലാ കിമാ തമർതു ബിഹി വമസ്തഖംതു ഫമാ ഖൗലി ലക അസ്തഖീമി. ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിച്ചിരിക്കുകയാണ്, നന്മ കൽപ്പിക്കുകയാണ്, തിന്മയെ തൊട്ട് വിരോധിക്കുകയാണ്. നിങ്ങളോട് പറയാണ് ഇസ്തഖീം, നന്നാകണം, നന്നാകണം. പക്ഷേ ഞാൻ ആ കൽപ്പിക്കുന്ന കാര്യം ഞാൻ ജീവിതത്തിൽ പകർത്തുന്നില്ല. ഞാൻ നന്നാകുന്നില്ല. എന്നിട്ട് നിങ്ങളോട് ഞാൻ പറയാണ് നിങ്ങൾ നന്നാകണം, നിങ്ങൾ നേരെയാകണം. അങ്ങനെ പറയുമ്പോൾ എന്റെ വാക്കിനെന്ത് വില
പറയുന്നത്. എന്റെ വാക്കിനെന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ നോക്കൂ, പഴയകാലം പോലെയല്ലല്ലോ ഇന്ന്. വയൽ ഒരുപാട് വയലുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോ 5 ദിവസം പറഞ്ഞു, ഇന്ന് 6ാമത്തെ ദിവസമാണ് ഇവിടെ വയല് പറയുന്നത്. എത്ര ദിവസങ്ങൾ നമ്മൾ വയല് പറയുന്നുണ്ട്. അതുപോലെ ദിവസവും നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ സുബൈക്ക് ശേഷം വയല്, 10 മണിക്ക് വയല്, 1 മണിക്ക് വയല്, 12 മണിക്ക് വയല്, 4 മണിക്ക് വയല്, 6 മണിക്ക് വയല്, 7 മണിക്ക് വയല്, 9 മണിക്ക് വയല്. ഇത് ഞാൻ വെറുതെ പറഞ്ഞില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ഓരോ സമയം വെച്ചിട്ട് ഓരോ പേരും ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോ വിവാദമായി പോകും. ഇതിൽ വിടുന്നോണ്ട് ചിലപ്പോ വിവാദമായി പോകും. ഓരോ പേരും വെച്ചിട്ട് എത്രയാണ് വയല്. അതിൽ നല്ല നല്ല വയലും ഉണ്ട്. ഒരു വിലയും ഇല്ലാത്ത പാഴ്വാക്കുകൾ പറയുന്ന വയലും ഉണ്ട്. അല്ലാഹു തആല നല്ല ഉപദേശങ്ങൾ പറയാനും പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വെറുതെ ആളുകളെ സമയം കളയുന്ന പ്രഭാഷണങ്ങളുണ്ട്, അതുപോലെ ബിദ്അകളുടെ പ്രസംഗങ്ങളുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, യൂട്യൂബിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം ഭയങ്കരാണ്, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് അപ്പാട് വിഴുങ്ങാൻ പാടില്ല. നമ്മുടെ ആലിമീങ്ങൾ, നമ്മൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ, അവർ എന്തു പറയുന്നു എന്ന് കേട്ടിട്ട് നമ്മൾ ഒരു കാര്യം പൂർണ്ണമായി സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ അതിൽ അപകടങ്ങൾ വന്നു പോകും. അതാണ് ഈ അടുത്ത് ഒരു പണ്ഡിത വേഷധാരിയായ, കണ്ടാൽ നമ്മളൊരു ഉസ്താദാന്ന് തോന്നും, അയാൾ പ്രസംഗിക്കുകയാണ്, സക്കാത്ത് സംഘടനക്ക് കൊടുത്താലേ പറ്റൂ, സംഘടനാപരമായിട്ടേ സക്കാത്ത് പറ്റൂന്ന്. അങ്ങനെ ഇല്ലാത്തൊരാശയം. അപ്പൊ അത് കാണുമ്പോ ഇത് ഒരു ഉസ്താദ് തന്നെയല്ലേ പറഞ്ഞെന്ന് വിചാരിക്കണ്ട. പല വേഷത്തിലും ഇപ്പോൾ, പണ്ടൊക്കെ മുജാഹിദുകള് ജമാഅത്തുകാരൊക്കെ പണ്ട് തലമറക്കൂല, പിടിച്ചു കൊണ്ടുപോയാലും തലമറക്കൂല. ഒരു മയ്യത്ത് നിസ്കാരത്തിന് ഒരു സ്ഥലത്തുള്ള നമ്മുടെ പ്രവർത്തകന്മാര് എന്നോട് പറഞ്ഞു, ഇന്ന ആള് മരിച്ചിട്ട്, മരിച്ച ആള് നല്ല സുന്നിയാണ്, പക്ഷേ കുടുംബത്തിൽ കുറെ വഹാബികളുണ്ട്, മയ്യത്ത് നിസ്കാരത്തിന് ചിലപ്പോ എന്താവും, അവര് കയ്യേറിക്കളയും. അപ്പൊ ഞാൻ ചോദിച്ച, മയ്യത്തിൽ മകനുണ്ടോ? മകൻ ഇല്ല, പെൺമക്കളാണുള്ളത്. അതിന്റെ ഭർത്താക്കന്മാരെല്ലാം വഹാബികളാണ്. അപ്പൊ ഓലെന്തായി കളിയും, മയ്യത്ത് നിസ്കരിക്കും. പിയാപ്പിൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പ്രത്യേക അധികാരമൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ് ജനങ്ങള് പിടിച്ചു പറിക്കാണിപ്പോ, അവകാശമെന്ന് പറഞ്ഞിട്ട്, ഒരു വിവരം ഇല്ലാത്തതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതുപോലെ സാഹസികമായ കാര്യമല്ലേ, എന്ത് ചെയ്യണം, മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞു. ആ പള്ളിയിലെ ഉസ്താദ് എന്തോ ആവശ്യത്തിന് നാട്ടിൽ പോയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് അവിടെ ചുമതലയുള്ള ഉസ്താദ് ഇല്ല. അതിന് പകരമായിട്ട് എന്നെ വിളിച്ചതാണ്. അങ്ങനെ പോയി പള്ളിയിൽ എല്ലാവരും, ഈ മരിച്ച ആള് നല്ല സുന്നിയാണ്, അയാൾ ഒരിക്കലും ആഗ്രഹിക്കൂല അയാൾ ആ വഹാബികളായ കുടുംബക്കാര് മയ്യത്ത് നിസ്കരിക്കുന്നത്. അങ്ങനെ കുറെ മയ്യത്തെല്ലാം വെച്ച് എല്ലാവരും ഒന്നെടുത്ത് കാര്യമെന്നെല്ലാം പറഞ്ഞു. ആ സമയത്ത് ഒരാളെ ഇങ്ങ് മുന്നോട്ടേക്ക് എഴുന്നള്ളിച്ച് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി, ഇയാളെ മയ്യത്ത് നിസ്കരിക്കാൻ 2 നാളിങ്ങ് ജഗ പുകയാക്കി അയാൾ അങ്ങ് മുന്നോട്ട് നിൽപ്പിച്ചു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ മോളെ ഭർത്താവാ. പിന്നെ മയ്യത്ത് നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും ആദാബുകളും നിങ്ങൾക്കറിയോ? അപ്പാട് 2-3 വഹാബികളും മറ്റ് ഈ ഒത്താശക്കാരുണ്ടാവും, ഇതിനെല്ലാം കൊടപടിക്കുന്നവർ. ചോദ്യം പോലെ ആർക്കും അറിവിടാത്തത് അല്ല. ഞാൻ ചോദിച്ചത് വെറുതെ അല്ല, ഇയാളെ തലയിൽ ഒരു ടൊവലോ ഒരു തൊപ്പിയോ ഒന്നും കാണുന്നില്ല, നമ്മളെങ്ങനെയാ ബേക്കിൽ നിൽക്കുക? അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുക, തലമറക്കാണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല. നിസ്കാരത്തിലെ തലമറക്കൽ സുന്നത്താണെന്ന് മാത്രമല്ല, തലമറക്കാതിരിക്കൽ കഠിനമായ കറാഹത്താണ്, ശക്തമായ കറാഹത്താണ്. നിസ്കാരത്തിൽ തലമറക്കാതിരിക്കുക, തലമറക്കാണ്ട് വന്ന് മയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല, അങ്ങോട്ട് മാറി നിൽക്കുന്നതാണ്. അല്ലാഹു അക്ബർ ഒക്കെ എല്ലാവരും അല്ലാഹു അക്ബർ കയ്യിട്ട്. ആ പാവം മയ്യത്ത് നിസ്കാരത്തിന് ആ പാവം മയ്യത്ത് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ തലമറക്കാത്ത കാക്ക വന്നിട്ട് എന്ത് ചെയ്യും, മയ്യത്ത് നിസ്കരിക്കും. അപ്പോ മുജാഹിദുകൾ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു, തലമറക്കൂല, പിടിച്ച് മറച്ചാലും നിക്കാഹിനെല്ലാം കൊണ്ടുവന്ന് കുത്തിരിപ്പിക്കും. ചില പാവങ്ങളായ ആളുകൾ മക്കൾക്ക് പുതിയാപ്പിള്ള എടുക്കും, വഹാബി കൂടാരത്തിൽ നിന്ന് എടുക്കും. അല്ലെങ്കിൽ
നമ്മളെ കുട്ടികൾ കൊണ്ടുപോയിട്ട് കല്യാണം കഴിപ്പിക്കും എവിടുന്ന് വഹാബികളെ കുടുംബത്തിൽ. അപ്പൊ ഈ അമോശനായിരിക്കുന്ന ആളോട് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ട് ടൊവലിട് നിരന്തരം പറയേണ്ടതുണ്ട്. അവസാനം ഇങ്ങനെ ഇട്ട് ഫേന്റെ കാറ്റിൽ പാറിപ്പോയല്ലോ ഉണ്ട് സംഭവം. തല മറക്കൂല. അങ്ങനെയാണ് അവർ. തല മറക്കാൻ അവർ ഒരിക്കലും വരില്ല. നിസ്കാരത്തില് തല മറച്ചിട്ട് നിസ്കരിക്കണം. തല മറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ്, ശക്തമായ കറാഹത്താണ്. അപ്പോ എന്നാലോ യൂട്യൂബിൽ പ്രസംഗിക്കാൻ വരുമ്പോ സലഫിയെല്ലാം വരുന്ന നോക്കി ഭയങ്കര തട്ടയിലിട്ട് വലിയ തൊപ്പിയെല്ലാം വെച്ചിട്ടായിപ്പം വരുന്നത്. അതെന്തിനാന്നറിയോ? പാവപ്പെട്ട സ്ത്രീകളെയും പാവപ്പെട്ട മുഅ്മിനീകളെയും പറ്റിക്കാനാണ്. ഇത് നല്ലൊരു ഉസ്താദിന്റെ വയതാണല്ലോ എന്ന് വിചാരിച്ച് കേൾക്കുമ്പോ അത് മുഹീദ്ദീൻ ശൈഖിനെ കുറ്റം പറയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുകയാണ്, സാധാരണക്കാരനാണെന്ന് പറയുകയാണ്. അപ്പോൾ ആളുകൾ പതിയെ നല്ല പ്രസംഗം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കേട്ട് അതിലേക്ക് വീണുപോകും. ചില ആളുകളുണ്ട് ഒരു ജനറലായ സംഘടന ഒക്കെ ഉണ്ടാക്കും. ഓരോ നാട്ടിലും മഹലിലും ജനറലായ കുറെ സംഘടന നല്ല ചാരിറ്റി ഒക്കെ നടത്തുന്നുണ്ട് എന്ന് വരുത്തി തീർക്കും. നടത്തുന്നുണ്ടാകും, നല്ലത് തന്നെ. അതിനെല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ പതിയെ പിന്നെ പ്രസംഗിക്കാൻ കൊണ്ടുവരുന്ന ആരെയാ? പക്കാ വഹാബിയെ. ഈ 100% സുന്നികളുള്ള സ്ഥലത്ത് പ്രഭാഷണത്തിന് കൊണ്ടുവരുന്നത് ആരെയാണ്? തനി വഹാബിയെ. അപ്പൊ അയാള് അന്ന് ഒന്നും പറയൂല. അന്ന് അയാള് കുറെ നല്ല കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അയാളെ പ്രസംഗത്തിൽ ആകർഷ്ടരായിട്ട് ആളുകൾ എന്ത് ചെയ്യും? പിന്നെ യൂട്യൂബിൽ നിന്ന് തെരഞ്ഞു പിടിച്ചിട്ട് അയാളെ പ്രസംഗം കേൾക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് അയാളെ തനി നിറം മനസ്സിലാകുക. സാധാരണക്കാർക്ക് മനസ്സിലാവൂല. പിന്നെ അയാൾ പറയുന്ന എല്ലാം ശരിയാന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ, അത് സംഘടന ഏതോ ആകട്ടെ, ഗ്രൂപ്പ് ഏതാട്ടെ, അതൊന്നും വിഷയമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളും അവരുടെ ഉത്ബോധനങ്ങളും മാത്രമേ നമ്മൾ കേൾക്കാനും ഉൾക്കൊള്ളാനും പാടുള്ളൂ. എന്നാൽ നമ്മൾ അപകടത്തിൽ പെടൂല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. വഅൗറഅൻ മഹാരിമില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഹറാമുകളിൽ നിന്ന് സൂക്ഷ്മത പാലിക്കുന്നതാരാണ് എന്ന് അല്ലാഹു പരിശോധിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സദസ്സിലുള്ള സ്വഹാബികളോട് ചോദിച്ചില്ലേ, ആരാണ് എന്റെ അടുക്കൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തുന്നത്, അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറുള്ളവരാരാണ്? അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റു നിന്ന് പറയുകയാണ്, അനയാ റസൂലല്ലാഹ്, ഞാനതിന് തയ്യാറാണ് നബിയേ. അതാരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മഹാനവറുകൾ എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനല്ലേ. മഹാനവറുകൾ പറയാൻ, യാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പറഞ്ഞു കൊടുത്ത ഉപദേശം, ഇത്തഖിൽ മഹാരിം തകുൻ അഅബദൻ നാസ്, ഹറാമുകളെ സൂക്ഷിക്കുക, എന്നാൽ നിങ്ങൾക്ക് ജനങ്ങളിൽ ഏറ്റവും നിലവാരമുള്ള അല്ലാഹുവിന്റെ അടിമയാകാം. ഹറാമുകളെ സൂക്ഷിക്കുക, അതാണ് ഈ ഖുർആനിന്റെ ആയത്തിലും അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അതിന്റെ വിശദീകരണങ്ങളിൽ ഒന്നാണത്. ആരാണ്? അല്ലാഹു തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ ആരാണ്? അതുപോലെ വഅസ്റഹുകും ഫീ ത്വഅത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്യാൻ, അവനെ വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും ഉപദേശിച്ചില്ലേ? ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ആരാണ് അമൽ ചെയ്യുന്നത്, അതുപോലെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുകയാണ്.
വേറെയും ഒരുപാട് വിശദീകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നു. അതിലൊന്നാണ് അഹ്സനുഹും അമലൻ അശദ്ദുഹും ലിദ്ദുനിയാ തർക്കാ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയും ദുനിയാവിനെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാര് വിശദീകരിച്ചു. ഒരാൾ ദുനിയാവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സാഹിദാവുക, സുഹദ് ഉണ്ടാവുക, ഖനാഅത്ത് ഉണ്ടാവുക. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം ഉണ്ടാവുക, സുഹദ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നില്ലേ? ഞാൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്, നമ്മളെ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് ജീവിക്കണം. എന്നേക്കാൾ എത്രയോ പ്രയാസം അനുഭവിക്കുന്നവരിവിടെ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണം. എന്നാൽ പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ മേലെയുള്ളവരിലേക്ക് നോക്കിയിട്ട് എനിക്ക് അത്രയൊന്നും അമല് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നും നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതാണ് സുഹുദ് എന്ന് പറയുന്നത്, ഖനാഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തിയറി എന്താണ്? അഹ്സനു അമലൻ, ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു അമലാണ് വുളൂ ചെയ്യുക എന്നത്. നമ്മള് അഹ്സനു അമലിന്റെ ആളാണോ അല്ല ഒപ്പിച്ചു വിടുന്ന ആളാണോ എന്ന് ഒരു പരിശോധന നടത്തുക. നമ്മളെല്ലാവരും ഒരു പരിശോധന നടത്തുക. ഏറ്റവും നല്ല അമല് ചെയ്യുന്ന ആളാണോ അല്ല ഒപ്പിച്ചു വിടുന്ന ആളാണോ? നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂവുമായി ബന്ധപ്പെട്ട് 38 സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര? 38 സുന്നത്ത് വുളൂ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര ആളുകൾ നമ്മളിൽ നിന്ന് അത് നിർവഹിച്ചിട്ട് വുളൂ എടുക്കുന്നുണ്ട്? അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയൊന്നും വേണ്ട, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാകും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നത് ആരാണ് എന്ന്. നമ്മൾ ചെയ്യുന്നത് വളരെ കുറച്ചാണെങ്കിലും ആ ചെയ്യുന്നത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം എന്നതും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിന്റെ ഉദ്ദേശമാണ്. ഞാൻ ഉദാഹരണത്തിന് പറയാം. വുളൂ എടുക്കുമ്പോ അതിന്റെ ആരംഭത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 സുന്നത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. വുളൂഇന്റെ ആരംഭത്തിൽ മാ യുത്ലബു ഫീ ബിദായതി, വുളൂഇന്റെ തുടക്കത്തിൽ 6 സുന്നത്തുകൾ ഉണ്ട്. ഒന്ന്, അവന്റെ ഖൽബ് കൊണ്ട് കരുതുക, നാവ് കൊണ്ട് പറയുകയും ചെയ്യുക, നവൈതു സുനനൽ വുളൂഇ, വുളൂഇന്റെ സുന്നത്തുകളെ ഞാൻ വിട്ടുന്നു എന്ന്. വേറെ ഒരു നിയ്യത്ത്, നമ്മൾ മുഖം കഴുകാൻ പോകുമ്പോൾ മുഖം കഴുകാനുള്ള വെള്ളമെടുത്ത് മുഖം കഴുകാൻ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഏത് നിയ്യത്ത് വെക്കും? ഫർളായ നിയ്യത്ത് വെക്കും അല്ലേ? നവൈതു ഫർളൽ വുളൂഇ, വുളൂഇന്റെ ഫർളിനെ ഞാൻ വിട്ടുന്നു എന്ന നിയ്യത്ത് അത് നിർബന്ധമായി വേണം, പിന്നെ വുളൂ സഹിയാവൂല. എന്നാൽ വുളൂ ആരംഭിക്കുമ്പോ 2 മുൻകൈയും കഴുകുക എന്ന സുന്നത്തായ കർമ്മം ആരംഭിക്കുമ്പോൾ 6 സുന്നത്തുകളുണ്ട്. അതിലൊന്ന് നാവ് കൊണ്ട് പറയുകയും ഖൽബ് കൊണ്ട് കരുതുകയും ചെയ്യണം. എന്ത്? നവൈതു സുനനൽ വുളൂഇ, വുളൂഇന്റെ സുന്നത്തുകളെ ഞാൻ വിട്ടുന്നു. നമ്മൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വരാറുണ്ടോ ആ ഒരു നിയ്യത്ത്? ഉള്ളവരുണ്ടാകാം, പഠിക്കാത്തവരത് പഠിക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്റെ അമല് ഏറ്റവും നല്ല അമലാണോ? ഉദാഹരണത്തിന് ഞാൻ എടുത്തു വെച്ചതാണ് ഈ വുളൂ. അപ്പൊ വുളൂഇന്റെ ആരംഭത്തിൽ 2 മുൻകൈയും കഴുകാൻ ആരംഭിക്കുമ്പോൾ അവിടെ നിർവഹിക്കേണ്ടതാണ് വുളൂഇന്റെ സുന്നത്തുകളെ ഞാൻ വിട്ടുന്നു എന്ന്. നാവ് കൊണ്ട് പറയലും സുന്നത്താണ്, ഖൽബ് കൊണ്ട് കരുതുക.
പിന്നെ രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൂന്നാമത്തെ സുന്നത്താണ് വുളൂഇന്റെ ആരംഭത്തിൽ. അത് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാലും ആ സുന്നത്ത് കിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി പറഞ്ഞാൽ പൂർണ്ണമായ സുന്നത്ത് കിട്ടും. നാലാമത്തത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന്. ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയാകെ മുൻകൈ കഴുകൽ തുടങ്ങുന്നേ ഉള്ളൂ. അതിന്റെ തുടക്കത്തിലുള്ള സുന്നത്തുകൾ 4 സുന്നത്തായി. അഞ്ചാമത്തത് അൽഹംദു ലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് ചൊല്ലണം. ഈ 2 ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞതിന് ശേഷം 2 ഷഹാദത്ത് ചൊല്ലിയതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. എന്നിട്ട് ആറാമത്തെ സുന്നത്ത് പറയാണ് 2 മുൻകൈയും അതിന്റെ മണിബന്ധം ഉൾപ്പെടെ ഉള്ള സ്ഥലം കഴുകണം. അപ്പൊ 6 സുന്നത്തുകൾ വുളൂഇന്റെ ആരംഭത്തിലുണ്ട്. ഇനിയോ 7ാമത്തെ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ 2 കൈകൾ കഴുകിയതിന് ശേഷമാണ് ആ സുന്നത്ത്. കാമിലായ വുളൂഇന്റെ രൂപം പറഞ്ഞത് 2 മുൻകൈയും കഴുകിയതിന്റെ ശേഷമുള്ള സുന്നത്താണ് അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യുക എന്നത്. നമ്മളൊക്കെ പല്ല് തേക്കും, വുളൂഇന്റെ മുമ്പ് നമ്മൾ മിസ്വാക്ക് ചെയ്യും. പക്ഷേ ആ മിസ്വാക്ക് എന്ന് ചിലപ്പോൾ നമ്മൾ ആരംഭത്തിൽ അങ്ങ് ചെയ്യും. ആരംഭത്തിൽ ചെയ്താലും മിസ്വാക്ക് ചെയ്തതിന്റെ പുണ്യം നമുക്ക് കിട്ടും. എന്നാൽ അതിന്റെ കാമിലായ സുന്നത്ത് എപ്പോഴാണ്? 2 മുൻകൈയും കഴുകിയതിന്റെ ശേഷം മിസ്വാക്ക് ചെയ്യൽ. ഇനി ആ മിസ്വാക്ക് ചെയ്യുമ്പോൾ തന്നെ എത്ര സുന്നത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മിസ്വാക്ക് ചെയ്യുമ്പോ അത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? വലതുഭാഗത്ത് നിന്ന് തുടങ്ങണം. അതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മിസ്വാക്ക് ആരംഭിക്കുമ്പോ വലതുഭാഗത്ത് മേൽഭാഗം പുറം ഭാഗം ആദ്യം തേക്കുക, പിന്നെ ഉൾഭാഗം തേക്കുക, പിന്നെ വലതുഭാഗത്ത് താഴെ പുറം ഭാഗം, പിന്നെ ഉൾഭാഗം, പിന്നെ ഇടതുഭാഗത്ത് മേൽഭാഗം പുറം ആകാൻ ആദ്യം, പിന്നെ ഉള്ള്, പിന്നെ താഴ്ഭാഗത്ത് പുറം ഭാഗം ആദ്യം, പിന്നെ ഉള്ള്. കാര്യം നിസ്സാരമാണ്, പക്ഷേ സുന്നത്ത് കൃത്യമാണ്. ഓരോന്നും കൃത്യമായി പറഞ്ഞു എവിടെ തുടങ്ങണം. അപ്പൊ നിങ്ങൾ നോക്കി, ഇതാണ് കാമിലായ വുളൂഅ്. മിസ്വാക്ക്, കാമിലായ മിസ്വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഇത് അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പോ വിശദീകരിച്ചാൽ 38 സുന്നത്തും വിശദീകരിച്ചാൽ ഇപ്പോ സമയം മതിയാവൂല. വുളൂഇന്റെ സുന്നത്തുകൾ 38 സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന്റെ പറയാൻ. ഇപ്പൊ അതിന്റെ തുടക്കത്തിൽ മാത്രമുള്ള 7 സുന്നത്തുകളാണ് വുളൂഇന്റെ തുടക്കത്തിൽ മാത്രമുള്ളത്. ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴുള്ളതും വുളൂ അവസാനിക്കുന്നത് വരെയുള്ള സുന്നത്തുകളും എത്രയുണ്ട്. അപ്പൊ ഇതെല്ലാം മുഴുവനായും പാലിച്ചുകൊണ്ട് ഒരു കാമിലായ വുളൂഅ്, അങ്ങനെയുള്ള വുളൂഇനെ സംബന്ധിച്ചാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നത് എന്ന പരിശോധന. ഇനി നമ്മൾ തറാവീഹിന്റെ കാര്യം എടുക്കാം. തറാവീഹിന്റെ കാര്യം എടുത്താല് തറാവീഹ് നിസ്കാരം 20 റക്അത്തുണ്ട്. അതുകൊണ്ട് അടിച്ചു വിടുക, അടിച്ചങ്ങ് വിടുക. അല്ലാണ്ട് കുറെ ഓതിയിട്ടോ അല്ലെങ്കിൽ കുറെ ദിക്ർ ചൊല്ലിയിട്ടോ ഒന്നും നിസ്കരിക്കാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് എന്നാ മൗലിയാർ ഇന്നു മുതൽ കാമിലായ രൂപത്തിൽ നിസ്കരിച്ചോന്ന് ഓർഡർ ഇട്ടാലോ ആകെ ഉള്ള സഫിലുള്ള ആളുകളും പിന്നെ ഉണ്ടാവൂല. അതുകൊണ്ട് എന്നാൽ കറാഹത്ത് വരാതെ നമ്മൾ നോക്കണം. ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തലമറക്കൽ നിർബന്ധമില്ല, സുന്നത്താണ് അല്ലേ? തലമറക്കൽ സുന്നത്താണ്. എന്നാൽ തലമറക്കൽ എപ്പോഴും സുന്നത്തായ കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം എപ്പോഴും തലമറക്കല്, പുരുഷന്മാർക്ക് തലമറ, സ്ത്രീകളാരെയല്ലേ, അത് നിർബന്ധമാണ്. പുരുഷന്മാർക്ക് തലമറക്കൽ എപ്പോഴും സുന്നത്താണ്.
എന്നാൽ നിസ്കാരത്തിലും സുന്നത്താണ്. എന്നാൽ നിസ്കാരത്തിൽ തല മറക്കാതിരിക്കലോ, തലയിൽ തൊപ്പിയോ ടൊവലൊന്നും ഇടാണ്ട് നിസ്കരിക്കലോ കറാഹത്താണ്. സാധാരണക്കാരൻ ഒരാള് ഇപ്പൊ തല മറക്കാതെ ലത്തീഫ് ഇവിടെ ഇരിക്കുന്നത്, ലത്തീഫിന് കറാഹത്തുണ്ടോ? കറാഹത്തൊന്നുമില്ല. തല മറച്ചാൽ സുന്നത്തുണ്ട്. എന്നാൽ നിസ്കാരത്തിൽ തല മറച്ചാൽ സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല, ഒരു കറാഹത്ത് ഒഴിവാക്കിയ കൂലിയും കൂടിയുണ്ട്, സുന്നത്തിന്റെ ശക്തി കൂടുകയാണ്. അപ്പൊ അതാണ് അതിന്റെ കാമിലായ രൂപം എന്ന് പറഞ്ഞാൽ. അപ്പൊ കാമിലായ രൂപത്തെ നമ്മള് കറാഹത്ത് വരാതെയും സൂക്ഷിക്കണം. ഇപ്പോ ദുആഉൽ ഇഫ്തിതാഹ്, തറാവീഹ് നിസ്കാരത്തിലും ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്ത് തന്നെയാണ്. ആ ദുആഉൽ ഇഫ്തിതാഹിനെ ഒഴിവാക്കൽ കറാഹത്താണ്. അപ്പൊ ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലാതെ 20 റക്അത്ത് നമ്മൾ നിസ്കരിച്ചാൽ 20 പ്രാവശ്യം കറാഹത്ത് ചെയ്തു. ഇത്രയും കറാഹത്ത് ചെയ്തിട്ട് നമ്മൾ നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായമായ ചോദ്യമായിരിക്കും. അപ്പൊ അതിന് ഷോർട്ടായ ചില ദുആഉൽ ഇഫ്തിതാഹിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദുആ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്. അപ്പൊ അത് ചെറിയ ഒരു ഷോർട്ടായ ദുആ ആണ്. ദുആഉൽ ഇഫ്തിതാഹിന്റെ സ്ഥാനത്ത് നിൽക്കും. ഒരു കറാഹത്തിൽ നമ്മൾ രക്ഷപ്പെടും. അതേസമയം വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ السماوات والارض എന്ന ആ കാമിലായ ദുആ തന്നെ ചെയ്തിട്ട് നിസ്കരിക്കുമ്പോ കാമിലായ കൂലി നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിശോധിക്കുകയാണ്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നത് എന്ന പരിശോധനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളും അതിന്റെ ഭംഗിയുള്ള രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മൂന്നാമതായി കൊടുത്ത വിശദീകരണം വ അസ്റഉകും ഫീ ത്വാഅതിഹി, അല്ലാഹുവിനെ വഴിപ്പെടുന്ന കാര്യത്തിൽ ഈ ധൃതിയിൽ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരുന്നവരുണ്ടോ അവരാണ് ഏറ്റവും നല്ല അമൽ ചെയ്യുന്ന ആളുകൾ. ബേക്കോട്ടല്ല. ഇപ്പൊ അങ്ങനെയാ കാണുന്നത്. നമ്മള് മാസം കണ്ട ആ ഒന്നാമത്തെ തറാവീക്ക് അകപ്പള്ളിയിൽ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെയോ 3, 4, 5 കൊല്ലായപ്പോ ഇപ്പൊ ഓരോരുത്തരും പൊരേ പോയി ചെന്ന് നോക്കണം, പോയി അല്ല, അത് ആവേശത്തിന് വന്നതല്ലേ, പിന്നെ ആളെ കാണുന്നില്ല, പോയി. അല്ലാഹു അഅലം. ആളുകളൊക്കെ എവിടെ പോയിന്നറിയില്ല. ഓരോ ദിവസം കഴിയുമ്പോ കുറഞ്ഞു പോയി, ആളുകൾ കൊഴിഞ്ഞു പോയി. അങ്ങനെയല്ല. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ധൃതിയിൽ വരണം, മുന്നോട്ട് വരണം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ പിന്നോട്ട് പോകാൻ പാടില്ല. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല അജ്റൻ ഹസന, ഏറ്റവും നല്ല പ്രതിഫലം നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി ആദരിക്കുന്നത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല അടിമയായി അല്ലാഹുവിന്റെ മുന്നിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം. ആ പരിശോധനയാണ് അല്ലാഹു തആല നമുക്ക് നടത്തുന്നത്. ആ പരിശോധനയിൽ വിജയിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹു തആല പല രൂപത്തിലും നമ്മളെ പരീക്ഷിച്ചേക്കാം. ഒരുപാട് പണം തന്നിട്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. ആ പണം എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് ചെലവഴിക്കുന്നത്. ആരോഗ്യം തന്നിട്ട് അല്ലാഹു പരീക്ഷിക്കും. ആ ആരോഗ്യം കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, പള്ളിയിൽ പോകുന്നുണ്ടോ, സുബഹിക്ക് വരുന്നുണ്ടോ, അല്ലാഹു പരീക്ഷിക്കുകയാണ്. അതുപോലെ അധികാരം തന്നിട്ട് അല്ലാഹു പരീക്ഷിക്കും. അധികാരം ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നുണ്ടോ. ഇതേ ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇതേ ആയത്തിൽ തന്നെ അല്ലാഹു തആല ഭൂമിയിൽ വെച്ച അലങ്കാര
അധികാരങ്ങളിൽ പെട്ടതാണ് ഭരണാധികാരികൾ എന്നത്. എന്നിട്ട് ആ ഭരണാധികാരികൾ അല്ലാഹു പരിശോധിക്കുന്നുമുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ അത് വെറുതെ നൽകിയതല്ല എന്ന് ചിന്തിക്കുകയും അതിന് നന്ദി രേഖപ്പെടുത്തുകയും അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ മുൻകൈയെടുക്കുകയും ചെയ്യണം. ഈ പരിശുദ്ധ റമളാൻ ഇതിനെല്ലാം ഉള്ള സമയമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലെ ആയത്തുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകി ഇതിനെല്ലാം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല അമലുകൾ ചെയ്യാൻ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു. വ ഇന്നാ ലജാഇലൂന മാ അലൈഹാ ഇവിടെയുള്ള മരങ്ങളും വൃക്ഷങ്ങളും കാടുകളും മൃഗങ്ങളും അതുപോലെ മനുഷ്യരും മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളും എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ അത് അല്ലാഹു തന്നെ മാറ്റിയിട്ട് മാ അലൈഹാ സഈദൻ ജുറുസാ, ഒരു മരവുമില്ലാതെ ഒരു ഫലവുമില്ലാതെ തരിശു ഭൂമിയാക്കി ഇതിനൊക്കെ മാറ്റാൻ അല്ലാഹുവിന് കഴിയും കേട്ടോ. നൽകിയ അനുഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ അല്ലാഹുവിന് കഴിയും. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഹങ്കാരത്തോടെ ജീവിച്ച പലരെയും ചരിത്രം പറയുന്നുണ്ട്. അവരെ അല്ലാഹു തആല മാറ്റിയത് എങ്ങനെയാണ്? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഫിറഔന് ഓന്റെ അവസ്ഥ എന്തായിരുന്നു? ഇൻഷാ അല്ലാഹ് അതൊക്കെ നാളെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്ത്, എന്നാൽ തിരിച്ചെടുക്കാൻ അല്ലാഹുവിന് വലിയ പണിയൊന്നുമില്ല. നിസ്സാരമായ സമയം തന്നെ അല്ലാഹു തആല നിശ്ചയിക്കുന്ന സമയം തന്നെ അതെല്ലാം ഊരിക്കളയാൻ റബ്ബിന് കഴിയും. അതെല്ലാം ഭയന്നുകൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദി ചെയ്ത് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും നല്ല അടിമയാകാൻ പരിശ്രമിക്കണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദർസിന്റെ ആവശ്യത്തിന് വേണ്ടി ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ മജ്ലിസിൽ വെച്ച് പ്രത്യേകം നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ എല്ലാ വർഷവും നമുക്ക് 2 ദിവസത്തെ ചെലവ് 12,000 രൂപ നൽകുന്ന സഹോദരൻ ഈ വർഷവും ഏറ്റെടുക്കുകയും അത് പെട്ടെന്ന് തന്നെ അയച്ചു തരികയും ചെയ്തു. മരിച്ചുപോയ ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ നിസാർ എന്ന സഹോദരൻ. റഹ്മാനായ റബ്ബേ, ആ സഹോദരന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹുവേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതുപോലെ കൊയിലാണ്ടിയുള്ള അബ്ദുർ റസാഖ് ഹാജി, അദ്ദേഹത്തെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ദർസിന്റെ സഹകാരിയാണ്. 5 കൊല്ലമായി അൽഹംദുലില്ലാഹ് 3 ദിവസത്തെ ചെലവ് 18,000 രൂപ നമ്മുടെ കൂടെയുള്ള ഒരു പ്രവർത്തകൻ ബന്ധപ്പെടുമ്പോൾ ഉടനെ അയച്ചു തരികയാണ്. അദ്ദേഹം ഞാനുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല, നമ്മൾ അറിയില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യക്തി പരിചയം പോലുമില്ല. പക്ഷേ നമ്മുടെ ദർസിന്റെ കാര്യം നമ്മുടെ ഒരു സ്നേഹിതൻ അവതരിപ്പിച്ചപ്പോൾ ഓരോ വർഷവും ആ കാര്യം പറയുമ്പോ ഉടനെ അദ്ദേഹം അയക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലേ? നമുക്ക് അവർക്ക് വേണ്ടി നിർവഹിക്കാനുള്ളത് എന്താണ്? ദുആ ചെയ്യുക എന്നതല്ലാതെ വേറെ എന്താണ്? യാ അല്ലാഹ്, ആ അബ്ദുർ റസാഖ് ഹാജിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, അവരെയും ഞങ്ങളെയും നിന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ചേർത്ത് ആഖിറം രക്ഷപ്പെടുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാ വർഷങ്ങളിലും 3 ദിവസത്തെ ചെലവ് നൽകിയിട്ട് സന്തോഷത്തോടെ അദ്ദേഹം ഈ മഹത്തായ സ്ഥാപനത്തെ ഇഷ്ടപ്പെടുമ്പോൾ യാതൊരു ഭൗതിക ലാഭേച്ഛയും ഇല്ലാതെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ യാ അല്ലാഹ് അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ 2 ദിവസത്തെ ചെലവ് നൽകിയ മറ്റൊരു സഹോദരൻ ഇഖ്ബാൽ എന്ന സഹോദരൻ, അൽഹംദുലില്ലാഹ്, പ്രയാസങ്ങൾ ഒരുപാടുണ്ട്, വിഷമങ്ങളുണ്ട്. പക്ഷേ ഞാൻ എല്ലാ കൊല്ലവും തരാം എന്ന് പറഞ്ഞിട്ട് ഈ വർഷവും ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാഹ്, എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിന് സന്താനങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ റഹ്മാനേ. ബഹുമാനികളെ, നമ്മൾ ആകെ നമുക്ക് കഴിയുന്ന ഒരു കാര്യം ഇവർക്കെല്ലാം ദുആ ചെയ്യുക എന്നതാണ്. ഒരു സഹോദരൻ എല്ലാ ദിവസവും നൽകുന്ന, എല്ലാ വർഷവും ഒരു ദിവസത്തെ ചെലവ് നൽകുന്ന ആളാണ്. ഈ പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അയാള് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എനിക്ക് തിരിച്ച് വോയിസ് അയച്ചു. എൻ്റെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഇവിടെ കച്ചവടം ഇല്ല, പുരേന്റെ പണിയുണ്ട്, ഭയങ്കര പ്രയാസത്തിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. പിന്നെ ഇവിടെയുള്ള വേറൊരു പ്രവർത്തകന്റെ അടുത്ത് അയാൾ വോയിസ് വിട്ടിരിക്കുന്നു. ഞാൻ ഉസ്താദിനാട് അങ്ങനെയുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരോട് പറഞ്ഞേ കുര്യസ്ത ചെലവ് എന്തായാലും തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ടാണ്, നമ്മുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പ്രയാസങ്ങളെല്ലാം ഉള്ളത്. അതിന്റെ ഗൗരവത്തിൽ അറിയിക്കുകയും നല്ലോണം ദ്വാരക്കുകയും വേണം എന്ന ഉദ്ദേശത്തിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഏകദേശം ഇന്ന് നമ്മളിവിടെ ദുആ ചെയ്യുമ്പോൾ 76 ആളുകൾ നമ്മുടെ ഈ ഒരു ദിവസത്തെ ചെലവിന്റെ കാര്യത്തിൽ ഇന്നത്തെ ദിവസം വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പേരുകൾ വായിച്ചുകൊണ്ട് തന്നെ അവർക്കെല്ലാം വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. എല്ലാ ദിവസവും ദുആ ചെയ്യുമ്പോൾ സമയം വൈകിപ്പോകും. അതുകൊണ്ട് ബദരീങ്ങളുടെ ആണ്ട് വരുന്നുണ്ടല്ലോ, അതിനോടനുബന്ധിച്ച ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ ഈ നോമ്പിനുള്ള ഈ ചോദിക്കലും 6000 രൂപക്ക് വേണ്ടിയുള്ള ചോദിക്കലും ആളുകൾ അത് തരലും കൊണ്ടാണ് നമ്മൾ ഒരു കൊല്ലം ഒരു കടവുമില്ലാതെ, നിങ്ങൾ നോക്ക്, നമ്മളെ 10-30 കുട്ടികൾ ഇവിടെ 3 നേരവും ഭക്ഷണവും 2 നേരം ചായയും അതുപോലെ മറ്റ് 4 ഉസ്താദുമാർ ഇവിടെ സേവനം ചെയ്യുന്നതെല്ലാം ഈ മഹല്ലത്തിലുള്ള നമ്മളെ നാട്ടിലുള്ള ആർക്കെങ്കിലും ഒരു തലവേദനയും ഉണ്ടോ? നമ്മളെല്ലാം ചിന്തിക്കണം. ആർക്കെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ? ഇതെങ്ങനെ അടുത്ത കൊല്ലം വരെ എത്തും? ഇതെങ്ങനെ അടുത്ത മാസം പോകും? ഒരു മാസം ഇവിടെ ഇതാ എൻ്റെ 2 ബാഗുണ്ട്, എൻ്റെ വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ 2 ബാഗുണ്ട്. ഇവിടെയുള്ള കണക്കുകളെല്ലാം, അഥവാ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ 2 ബാഗും പരിശോധിക്കാൻ വേണ്ടി ഇവിടെയുള്ള ഉസ്താദ്മാരും മുത്താലിമീങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മരിച്ചു എല്ലാ കണക്കുകളും കൃത്യമായി ഓരോ മാസത്തെയും ഉണ്ട്, ഓരോ വർഷത്തെയും ഉണ്ട്, കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ എല്ലാ കണക്കുകളും. ആ ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ആ പുസ്തകത്തിൽ കാണാം ഈ
ഫെബ്രുവരി മാസം ക്ലോസ് ചെയ്യുമ്പോൾ അതാ ടോട്ടൽ എത്രയാണ് ചെലവ് എന്ന് നോക്കിയാൽ 1.5 ലക്ഷത്തിന്റെ അടുത്ത്. അതുപോലെ അതിന്റെ 9th മാസം ക്ലോസ് ചെയ്യുമ്പോൾ എത്രയാണ് ചെലവ് നോക്കുക? 1.60 അടുത്ത്. ഇപ്പൊ ആർക്കെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആർക്കെങ്കിലും ഒരു തലവേദന ഉണ്ടോ? 1,60,000 രൂപ ജനുവരി കഴിയുമ്പോൾ വേണം, ഫെബ്രുവരി കഴിയുമ്പോൾ വേണം എന്ന് ആർക്കെങ്കിലും തലവേദന ഉണ്ടോ? ഒരു തലവേദനയും ഇല്ലാതെ അല്ലാഹു തആല നമുക്ക് എളുപ്പം ചെയ്തു തന്നത് നമ്മുടെ ഈ നാട്ടിലും ഇവിടെയുള്ള എല്ലാവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ ആളുകളും കഴിയുന്ന ആളുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇന്ന് അക്കിയടുത്ത് സഫീർ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും വീടിന്റെ പണിയൊക്കെ പകുതിയായിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു, ഇത് നമ്മൾ വിടൂല, അത് ഒരു ദിവസത്തെ എഴുതിക്കോ, അത് എപ്പോഴെങ്കിലും ആകുന്ന സമയത്ത് ഞാൻ അയച്ചു തരും എന്ന് പറഞ്ഞു. നമ്മുടെ CP നിസാർക്ക ഖത്തറിൽ പല തിരക്കുകളും ജോലിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പല ആളുകളോടും ചോദിക്കുകയാണ്, എന്റെ പുരേന്റെ അടുത്തുള്ള ദർസിലേക്ക് ഒരു ദിവസം ചെലവ് തരണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ബന്ധപ്പെടുകയാണ്. അല്ലാഹു അവർക്കെല്ലാം ബറക്കത്ത് ചെയ്യട്ടെ. നമുക്കാകെ ചെയ്യാനുള്ളത് അവർക്കെല്ലാം ദുആ ചെയ്യുക എന്നതാണ്. അങ്ങനെ ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞാൽ സമയം കുറേ വേണം. ഓരോ ആളുകളും ഞാൻ പേരെടുത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹുവിനറിയാമല്ലോ. അവരെല്ലാം അധ്വാനവും പരിശ്രമവും, അതുപോലെ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുള്ളവർ, മറ്റ് പല നാടുകളിലുമുള്ള നമ്മുടെ സംഘടനാ പരിചയത്തിലുള്ള സഹോദരങ്ങൾ, നമ്മൾ ദൂര ദിക്കുകളിൽ വണ്ടിയൊക്കെ എടുത്തു പോയിട്ടൊന്നല്ല കളക്ഷൻ ചെയ്യുന്നത്. എൻ്റെ നാട്ടിലും പരിസരത്തുള്ള ആളുകൾ, ഈ നാട്ടിലും പരിസരത്തുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് 6,000 രൂപ തന്നിട്ട് നമ്മൾ ഒരു കൊല്ലം കടം ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അതിന് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതിനാ. നമുക്ക് തരാൻ കഴിയുന്ന ആളുകൾ തരും, കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കൊടുക്കും, കൊടുക്കാത്ത ആളുകളോട് നമുക്ക് ഒന്നുമില്ല. പക്ഷെ തരാൻ കഴിയുന്ന ആളുകളും അല്ലാത്ത ആളുകൾക്ക് ദുആ ചെയ്യാൻ ആർക്കാണ് കഴിയാത്തത്? എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യാം. നിങ്ങൾ നോക്കി, നമ്മൾ ദുആ ചെയ്തിട്ട് തരാത്ത ഒരു സംഗതിയില്ല. അല്ലാഹു തആല എല്ലാം തന്നിട്ടുണ്ട്. ഓരോന്നോരോന്ന് ചിലപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും അല്ലാഹു തരും. നമ്മളെ ഈ ബിൽഡിങ്ങിന്റെ കാര്യം നമ്മൾ ദുആ കൊണ്ട് മാത്രമാണ്. ഒരു ഗൾഫിന്റെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഈ പുതിയ ബിൽഡിങ്ങിന്റെ കാര്യത്തിന് നമ്മൾ പിരിവ് എടുത്തിട്ടില്ല. ഒരു സ്ഥലത്തും ഇവിടുന്ന് നീങ്ങിയിട്ടില്ല. ഇവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് പലരോടും ചോദിച്ചിട്ട് അങ്ങനെയാണ് ഇതുവരെ എത്തിച്ചത്. ഇതിന്റെ ബാക്കിയും അല്ലാഹു തആലക്ക് എത്തിക്കാൻ പ്രയാസമില്ല. അതുകൊണ്ട് നമ്മൾ ദുആ നന്നായിട്ട് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്, എനിക്കറിയാം ചില സഹോദരിമാരെ, ചില ഉമ്മമാരെ, അതുപോലെ ചില ഉപ്പമാരെയൊക്കെ അവർ ഒറ്റക്കൊറ്റക്ക് ദുആ ചെയ്യുന്ന ദുആയിൽ നമ്മുടെ ദർസിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. അല്ലാഹുവേ, എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനേ.